ഇത് ഞാൻ നട്ടിരിക്കുന്ന മെഡൂസ പൈനാപ്പിളാണ്. ഏകദേശം 1 വർഷം ആയിരിട്ടുണ്ട്. ഇതുവരേക്കും പൂവിട്ടില്ല, എങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്, വലിയ 20-ൻ്റെ ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്. പക്ഷേ ഈ പൈനാപ്പിൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടും ഒരേ ബ്രീഡാണ് ഞാൻ കൊണ്ടുവച്ചത്. തന്നെ അത് രണ്ടും 2 കളറാണ്. കണ്ടില്ലേ, ഒരു വെറൈറ്റി അല്ലേ ഇതിപ്പോൾ കാണുമ്പോൾ. ഞാൻ ഇടയ്ക്ക് ആദ്യം വന്ന് നോക്കുമ്പോൾ ഇത് അല്ലായിരുന്നു കളർ. ഇത് ഒരിടത്തിരിക്കുന്നത് പച്ചയും ഇലയ്ക്കുള്ളത്, ഇപ്പുറത്ത് വന്നത് ഫുള്ള് ചുവപ്പും. കാണാൻ തന്നെ ഒരു ഐശ്വര്യമില്ല ഇത്. രണ്ടും ഞാൻ പോട്ടിലാണ് ചെയ്യുന്നത്. 25-ൻ്റെ പോട്ടിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഏകദേശം പൂവിടാറായി. നല്ലപോലെ വളപ്രയോഗമൊക്കെ നടത്തുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ പ്രോസസ്സിങ് എന്നെനിക്കറിയില്ല. നല്ല ഒരു കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ് കേട്ടോ. അത് നോക്കുമ്പോൾ അറിയാം. പൂവിടാറായെന്നാണ് എനിക്ക് തോന്നുന്നത്. പൂവിട്ട് കായ വരേണ്ട സമയമായി. എന്തായാലും ഉടനടി വളപ്രയോഗം ചെയ്താണ് അതിൻ്റെ പൂവ് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഇത് മെഡൂസ പൈനാപ്പിൾ, പേര് തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ പ്ലാന്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു വലിയ പ്ലാന്റാണ് കേട്ടോ. അതേപോലെ തന്നെ പൈനാപ്പിൾ കാച്ച് നിൽക്കുകയാണ്. ഇതിനകത്താണ് പൈനാപ്പിൾ ഉള്ളത്. ഇത് വേറെ വേറെ പ്ലാന്റ്സ് ആണ്, ഇതിൻ്റെ തൈകളാണ്. ഇത് നമുക്കിനി പൈനാപ്പിൾ പാകമാകുമ്പോൾ ഈ തൈ പറിച്ച് വേറെ മാറ്റി നടാം. അതേപോലെ തന്നെ അതിനകത്തുനിന്ന് തൈകൾ വരുന്നുണ്ട്. അതിന് കായ് പിടിക്കും. നമ്മൾ ഇത്രയും വലിപ്പമുള്ളൊരു തൈയാണ് കൊണ്ട് നട്ടത്. ഈ ഒരു ഇതിൻ്റെ വലിപ്പമുള്ള തൈയാണ് കൊണ്ട് നട്ടത്. ഇതും നടാം. ഇതെല്ലാം തൈകളാണ്. ഇതെല്ലാം നമുക്ക് മാറ്റി മാറ്റി നടാവുന്നതാണ്. സൂപ്പറല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫോണിൽ എത്രത്തോളം ക്വാളിറ്റി കിട്ടുമെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഹായ്, നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തോളൂ. ഇന്നൊരു നല്ലൊരു വിശേഷമായിട്ട് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. കട്ട് ചെയ്യും. ഹലോ, ഹായ്, നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തോളുന്നു. ഇന്ന് നല്ലൊരു വിശേഷമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ കുറേ ദിവസമായിട്ട് നിങ്ങളുടെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവം ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അത് വന്നിരിക്കുന്നത്. എൻ്റെ സജൂസ് ഫാം, അതിലെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. സംഭവം നല്ലൊരു പൈനാപ്പിൾ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ താരം. അതിനെ നിങ്ങളെ മുമ്പിൽ കാണിക്കണം. എന്നുവെച്ചാൽ കുറേ ദിവസമായിട്ട് നമ്മളതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഇപ്പോൾ നന്നായിട്ട് പഴുത്തു. അതിനെ വിളവെടുക്കാൻ വേണ്ടി വന്നതാണ്. ഒരു പൈനാപ്പിളേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. അതിനെ ഒന്ന് വിളവെടുക്കണം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവരും, ഞാൻ കുറേ പേർക്ക് ഇതിൻ്റെ തൈകൾ കൊടുത്തിട്ടുണ്ട്, വിൽപ്പന നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ പൈനാപ്പിളിനെ കുറിച്ച് അറിയാനും അതിൻ്റെ കാര്യങ്ങൾ എല്ലാം എങ്ങനെയൊക്കെയാണ് വളർന്നു വരുന്നത് അതെല്ലാം അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഇന്നിരിക്കുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പൈനാപ്പിളിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പൈനാപ്പിൾ വിളവെടുക്കാൻ വേണ്ടി വന്നതാണ്. വിളവെടുക്കാൻ മുഴുവനും പഴുത്തിട്ടുണ്ട്, നന്നായിട്ട് പഴുത്തു.
അപ്പോൾ അത് മുറിച്ച് കാണിക്കണമെന്നാണ് എല്ലാവരും പറയണത്. അത് എങ്ങനെയാണ് അതിൻ്റെ വളഞ്ഞ് വന്നത്. ഇത് ഈ പൈനാപ്പിൾ എന്ന് വെച്ചാൽ മെഡൂസ പൈനാപ്പിൾ. നമ്മൾ മെഡൂസ എന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ട്. മെഡൂസ രാജ്ഞി പണ്ട് തല മുഴുവനും ഈ പാമ്പുകൾ കൊണ്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ആ രാജ്ഞിയുടെ പേരിലാണ് ഈ പൈനാപ്പിൾ അറിയപ്പെടുന്നത്. വലിയ വിവരമൊന്നുമുള്ള ആളല്ല, എങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലോട്ട് പങ്കുവയ്ക്കുക. അപ്പോൾ നമുക്കിന്ന് പൈനാപ്പിൾ വിളവെടുത്ത് അത് തൂക്കവും എടുത്ത് അത് മുറിച്ച് നിങ്ങളെ കാണിക്കണം. അതാണ് ഇന്നത്തെ ദൗത്യം എന്നുള്ളത്. ബാക്കിയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെയൊക്കെ കുറേ വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ സജി ഫാമിൽ ഏകദേശം ഒരു 10-40 വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. അത് നിങ്ങളെല്ലാവരും പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം നമ്മൾ ഓരോ വീഡിയോസ് ഇങ്ങനെ ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സമയമുള്ളതുപോലെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. അതിനുശേഷം ഇന്ന് വന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളെ കാണിക്കുക, നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരേക്കും ശ്രീ ക്രിയേഷൻ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലും ഓളും കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് തരിക. ഓക്കെ, നമുക്ക് പൈനാപ്പിൾ കാണാൻ പോവാം. വിളവെടുക്കാനുള്ള കാഴ്ചകളെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ പൈനാപ്പിൾ. നമ്മുടെ സന്തോഷവതിയായിട്ട് അദ്ദേഹം പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് വലുതായി കണ്ടില്ലേ, അങ്ങനെയാണെങ്കിൽ പറയാത്. ഇതാണ് നമ്മുടെ മെഡൂസ പൈനാപ്പിൾ. കണ്ടില്ലേ, നല്ലതുപോലെ പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഇത് നമ്മൾ വിളവെടുത്തില്ല എങ്കിൽ നമുക്കിട്ട് 8ൻ്റെ പണി തരും. ആരെന്നറിയോ? ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും കീരിയുണ്ട്, അതേപോലെ തന്നെ അണ്ണാൻ, വവ്വാൽ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വാഴ ഉള്ളതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ ശരിക്കും വാഴ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇപ്പം തന്നെ അതുകൊണ്ട് ആ വാഴ കൊത്തി നിർത്തിക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് വാഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ വരുമ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ കിട്ടില്ല. കേട്ടില്ലേ, ഇതിന്ന് നല്ലൊരു ദിവസമാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് മകര സംക്രാന്തി ദിവസമാണ്. ആ ദിവസം തന്നെ നമുക്ക് വിളവെടുക്കണം എന്നുകൊണ്ട് വിചാരിച്ചിരുന്നു. പക്ഷെ അത് നമുക്ക് കണ്ടേ നല്ല രസമായിട്ട് പഴുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് അങ്ങ് വിളവെടുത്തിട്ട് നമുക്കൊന്ന് തൂക്കമൊക്കെ നോക്കി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മുറിച്ച് എല്ലാവർക്കും കാണിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്ത് ഏതാണ്ട് 10-80 തൈകൾ ഞാനിത് ഇതിൻ്റെ കൊടുത്തു കഴിഞ്ഞു, വിൽപ്പന നടത്തി കഴിഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഇതിന് ആകാംക്ഷയാണ് അറിയാൻ വേണ്ടി ഇതെങ്ങനെയാണ് ഈ പൈനാപ്പിൾ ഇരിക്കുന്നത്, ഈ ഫിംഗർ പോലെ ഇരിക്കുന്ന പൈനാപ്പിളൊക്കെ കഴിക്കാൻ പറ്റുമോ എന്നെല്ലാം എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതെല്ലാം പൈനാപ്പിൾ കഴിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ ഒന്ന് എന്നാൽ ഈ പൈനാപ്പിൾ എപ്പോഴും നടുമ്പോൾ നമ്മൾ ക്യാനിൽ നടണം. ഇപ്പോൾ ഞാൻ നട്ടിക്കുന്നില്ലേ ഇതുപോലെ ചെറിയ ക്യാനിലാണ് ഞാൻ നട്ടിട്ടുള്ളത്, ചെറിയ ക്യാന്. ഇതിപ്പോൾ നമുക്ക് സേഫാണ്, ഇത് നട്ടു വെച്ചാലും. പിന്നെ ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇളവി മറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം, തറയിൽ നടാൻ നോക്കുക. നല്ല വെയിലുള്ള സ്ഥലത്ത് തറയിൽ നട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്കിത് സൈസ് കുറേ കൂടെ വലുപ്പം വയ്ക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തറയിൽ നടുക, തറയിൽ നട്ട് കഴിഞ്ഞാൽ നല്ല വളപ്രയോഗം. നമുക്ക് എന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മനസ്സിലായി. 10 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എൻ്റെ മെഡൂസ പൈനാപ്പിളിൽ ഒന്നും സംഭവിക്കാനില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലേ, ഇതിന് പിന്നെ വേറൊരു കാര്യം ഞാൻ അറിഞ്ഞു. ഇതിൻ്റെ ഈ കാണുന്ന ഓരോ ലീഫിനും മാർക്കറ്റിൽ നല്ല വിലയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത് ഉപയോഗമാണെന്ന് എനിക്കിതുവരെയ്ക്ക് അറിയില്ല. അതിനെ അറിയാമെന്നുള്ളവരൊന്ന് നമുക്കിതിൽ കമൻറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഇത് ഈ ലീഫ് കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മാർക്കറ്റിൽ നല്ല വിലയുണ്ടെന്നൊക്കെ പറഞ്ഞത് എനിക്കറിയില്ല. അങ്ങനെ അറിഞ്ഞുകൂടാത്ത കാര്യം ഞാൻ പറയില്ല, എങ്കിലും ഞാൻ കേട്ട കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അല്ലേ, ഇപ്പോൾ പൈനാപ്പിൾ ഞാൻ ഇതിൻ്റെ ഒരു തൈയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിൽപ്പുണ്ടത്, ഇത് കണ്ടില്ലേ. ഇത് മെഡൂസയുടെ മറ്റൊരു പ്ലാന്റാണ്, ഞാൻ രണ്ടാമത് നട്ടതാണ്. ഇത് ഏകദേശം ഇത്രയും സൈസായിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 മാസം പ്രായമായിട്ടുള്ളത്, ഇപ്പം കൂടുതലൊന്നും ആയിട്ടില്ല. നല്ല ഇതായിട്ട് വരികയാണ്. ഇത് കളർ കണ്ടില്ലേ, കളർ തന്നെ വ്യത്യാസമുണ്ട്. ഒരു റെഡിഷ് കളറാണ് വരുന്നത്. വളർന്ന് വരുന്നതോറും അതിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള ബാക്കിയുള്ള വീഡിയോ കൂടെ കാണാം. അതുകൊണ്ട് നിറയെ കാഴ്ചകളുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഫാമിലുള്ള കാഴ്ചകളാണ്, അതിൻ്റെ കൂടെയാണ് ഞാനിത് കാണിക്കുന്നത്. ഇതല്ലേ എൻ്റെ ഫാമിലുള്ള കാഴ്ചകളാണ് ഇതെല്ലാം നിൽപ്പുണ്ട് ഇവിടെ ജ്യൂസ് ഫാമിൽ. ഇപ്പം നമുക്ക് ഇത് ചെയ്യേണ്ടത്, നമുക്കിതൊന്ന് വിളവെടുത്ത് നമുക്കിതിൻ്റെ തൂക്കവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി എങ്കിൽ മാത്രമേ നമ്മളതിനെ നട്ട് വളർത്തിയതിൻ്റെ ഒരു പ്രയോജനം നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വിളവെടുക്കാതെ. ശ്രീകല എൻ്റെ വൈഫും കൂടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ ചേർന്നാണ് ഇന്ന് വിളവെടുക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ഇതിനകത്ത് ഇതിൽ തന്നെ നിറയെ തൈ വരുന്നുണ്ടല്ലേ. ഈ തൈകളെല്ലാം നമുക്ക് പൈസ ആക്കി എടുക്കാം, വിറ്റ് കാശാക്കാൻ. അതുപോലെ ഇതിനകത്ത് ഇതിലും തൈ വരുന്നുണ്ട്, അതിനകത്തു നിന്ന് തന്നെ മുള പൊട്ടി തൈ വരുന്നുണ്ട്.
അതെനിക്ക് തോന്നുന്നു മുറിച്ച് ഞാൻ എന്തായാലും ഇത് മാറ്റുന്നില്ല, പൈനാപ്പിൾ മാത്രമേ മുറിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അതിൽ തന്നെ നിർത്താൻ പോകുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ നട്ടുന്ന ഒരു പൈനാപ്പിൾ, അതിൽ പൈനാപ്പിൾ വിളവെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു മുള പുതിയത് വന്ന് അതിപ്പം കായ്ക്കാറായെന്ന് തോന്നുന്നത്. ഇപ്പോൾ അതങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതും ഇതേപോലെ അങ്ങനെ വരികയാണെങ്കിൽ നിൽക്കട്ടെ, ഇതിനിപ്പം വെട്ടി നശിപ്പിക്കുന്നില്ല ഞാനത്. എന്നാലും നമുക്കിത് വിളവെടുക്കേ. നമ്മളിത് കത്തിയെടുക്കുമ്പോൾ കുറച്ച് പാടുണ്ട്, നല്ല മുള്ളാണിതിൽ. ഞാനത് കത്തി വെച്ച് ചെറുതാ അതിൻ്റെ കുറച്ച് ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് എടുക്കാം. എനിക്ക് രാവിലെ കൈ കൊണ്ട് കുറച്ച് വെട്ടിക്കളയെങ്കിലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നല്ല മുള്ളാണ്, ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നീറ്റിലാണ്, അന്നത്തെ ദിവസം പോക്കാലം. അപ്പോൾ നമുക്കിത് വിളവെടുക്കണേ. കട്ട് ചെയ്യാൻ പാടില്ല, നല്ല സൈസ് ഉണ്ട് കേട്ടോ. പൈനാപ്പിൾ മുറിക്കുകയാണ്, ഒന്നും പറഞ്ഞില്ല എത്രയും നേരം കേട്ടാ. ഇത്രയും ദിവസം നീ പൊന്നുപോലെ നമുക്ക് നിർത്തി തന്നതാണ്. ഞാൻ നിന്നോടൊന്നും ചോദിക്കാതെയാണ് മുറിച്ചത്, സോറി. ഞാൻ എന്തായാലും ചോദിച്ചു, ഞാൻ മുറിച്ചെടുക്കുകയാണ്. നമ്മുടെ പൈനാപ്പിൾ മുറിച്ചെടുത്ത് ഉണ്ടല്ലോ, ഇതാണ് മെഡൂസ പൈനാപ്പിൾ. കുറച്ചുകൂടെ ബാക്ക് കാണാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ മെഡൂസ പൈനാപ്പിൾ, സുന്ദരി അടിപൊളിയായിട്ട് നമ്മൾ. ഇതിൻ്റെ ആയുസ് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞിരുന്നു, 2 വർഷത്തിലേറെ നമുക്ക്. സാധാരണ 1.5 വർഷം കൊണ്ടാണ് ഇത് പൂ പിടിക്കുന്നത്, ഇതിൻ്റെ ആദ്യത്തെ പൂ വരുന്നത്. അത് കഴിഞ്ഞാൽ 2 വർഷം എടുക്കും നമുക്കിത് കായായി ഇതേപോലെ പഴുത്ത് റെഡിയായി വരാൻ 2 വർഷം എടുക്കും. നമ്മൾ നല്ല പരിപാലനം ഉണ്ട്. ഓവർ വളമൊന്നും ഇതിന് ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ട്, കോഴിവളം, ചാണകം, ഇതെല്ലാം ഞാൻ കൊടുക്കുന്നത്. എല്ലുപൊടി, വേപ്പിണ്ണാക്കൊക്കെ കൊടുക്കാറുണ്ട്. അത് എപ്പോഴും കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നമുക്കിത് വളം പ്രയോഗം ഇല്ലെങ്കിൽ പോലും നന്നായിട്ട് ഇത് വരും. കണ്ടില്ലേ, സൂപ്പറായിട്ടില്ലേ. ഈ കാണുന്നതെല്ലാം തൈയാണിത്. ഇതിൻ്റെ തൈയാക്കി എടുക്കാം, പൈസ ആക്കാം. നമുക്കിത് 10 രൂപ നമ്മൾ പോക്കറ്റിലേക്ക് 10 രൂപ സമ്പാദിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത. ആദ്യത്തെ വിളവെടുത്തതിൽ വളരെ സന്തോഷം എനിക്കിത്. ഇനി ഇതിൻ്റെ തൂക്കം ഒന്ന് നോക്കണം, പിന്നെ അതോടൊപ്പം തന്നെ അത് മുറിച്ച് കാണിക്കണ്ടേ, അതെല്ലാം കാണിക്കണം. എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് വിജയിക്കുകയുള്ളൂ. നമ്മുടെ പൈനാപ്പിൾ നമുക്ക് തൂക്കി നോക്കണേ, എത്ര കിലോ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഒന്ന് നോക്കട്ടെ. നമ്മുടെ പൈനാപ്പിൾ തൂക്കം എടുത്ത് എൻ്റെ വെയിറ്റ് കണ്ട 3,800 ഉണ്ട്. നമ്മുടെ പൈനാപ്പിൾ തൂക്കം നോക്കിയത് കണ്ടല്ലോ, 3,800 ഉണ്ടായിരുന്നു. 810, അത് 3,800 നോക്കിയാൽ മതി. നമ്മൾ തറയിൽ നടുമ്പോൾ കുറച്ചുകൂടെയൊക്കെ വെയിറ്റ് കയറാൻ സാധ്യതയുണ്ട്. 6 കിലോയൊക്കെ വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല വെയിറ്റ് വരും. ഇതെല്ലാം സൈസ് വയ്ക്കുന്നതാണ്. ഈ കാണുന്ന ഇതെല്ലാം നല്ല സൈസ് വരും. അത് ഇതേ ഇതിൽ തന്നെയാണ് മുകളിലോട്ടുള്ളതും വരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ ഘട്ടങ്ങളിലേക്ക് കിടക്കാം. ഇത് ഓരോന്നായിട്ട് ഇറുത്തെടുക്കാം. കണ്ടില്ലേ, ഇതൊരു പൈനാപ്പിളാണിത്. കാണുമ്പോൾ നിസ്സാരക്കാരനല്ല, നോക്കുമ്പോഴിങ്ങനെ തോന്നുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും. ഇതിനകത്ത് വരുന്നതെല്ലാം തൈകളാണ്. ഇതെല്ലാം തൈകളാകുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ലേ, അതേപോലെ നമുക്ക് ഓരോന്നായിട്ട് വിളവെടുക്കാം. അവസാനത്തെ ഘട്ടമാണ് നമുക്കിത് മെയിനായിട്ട് അറിയേണ്ട കാര്യം. വലുത് ഇതിനകത്തുള്ളതിൽ ഏറ്റവും വലിയ അതാണ് ഈ കാണുന്നതല്ല. നല്ല രുചിയുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്, മണം വന്നിട്ട്. ഇതിനകത്ത് തന്നെ തൈകളുണ്ട്. കണ്ട് ഇതെല്ലാം തൈകളാണിത്, എല്ലാം തൈകളാണത്. വലുതല്ല ആദ്യം എടുക്കാം. എല്ലാം കുഞ്ഞന്മാരാണ്, ഇത്രയൊക്കെ ഉള്ളു സാധനം. പിന്നെ നല്ല വളപ്രയോഗമൊക്കെ ചെയ്തെടുക്കുന്നതിൽ ചിലപ്പോൾ ഇത് വലുതായി കാണാൻ സാധ്യതയുണ്ട്. നല്ല സൈസിനൊക്കെ കിട്ടുമായിരിക്കും. ഇതെല്ലാം എടുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത് എത്രയോ ഉണ്ട്. ഇത് കുറേ ഉണ്ട്. ഇതിപ്പം എണ്ണം എടുത്തില്ല, എണ്ണം എടുക്കാം. നോക്കാം. ഒരു പ്ലേറ്റിൽ നിറഞ്ഞു, കുറേ ആയി. ഇനി അടുത്തതിനും വെക്കട്ടെ. ഈ കാണുന്നതെല്ലാം നമുക്ക് തൈയായിട്ട് എടുക്കാവുന്നതാണ്. അത് ഒരു വരുമാന മാർഗ്ഗം ഇതിൽ നിന്ന് കിട്ടും. മെഡൂസ പൈനാപ്പിളിൻ്റെ തൈകൾ
ഞാനിപ്പോൾ 80 തൈ ഞാൻ കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു തിരൂർ നടന്ന ഒരു കൃഷിയുടെ ഒരു മീറ്റിങ്ങിന് ഞാനിത് കൊണ്ടുപോയിരുന്നു. അവിടെ തൈ കൊണ്ടുപോയി അവിടെ നിന്ന് വിൽപ്പന നടത്തി. 80 തൈകൾ അവിടെ കൊടുത്തു. അവരെല്ലാം നട്ടു. നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. തിരുവനന്തപുരം ഒരു കൃഷിയും പൂക്കളും എന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ കൃഷിയുടെ പരിപാടിക്ക് പോയപ്പോൾ ഞാൻ അവിടെ കൊണ്ടു കൊടുത്തതാണ് മെഡൂസയുടെ ഇത്. കുറച്ച് പണിയുണ്ട് കേട്ടോ ഇതൊന്ന് വിളവെടുത്തെടുക്കാനായിട്ട്. ഇത്രയും നമുക്ക് എണ്ണ എടുത്തില്ല. ഇത് കണ്ടില്ലേ നമ്മുടെ പൈനാപ്പിൾ അതിൽ നിന്ന് ഒടിച്ചെടുത്തതിന് ശേഷമുള്ള പൈനാപ്പിളാണ്. ഇനി ഇതൊന്ന് ചെത്തിയെടുക്കട്ടെ. അതിൽ ഇങ്ങനെയൊക്കെ കാണിരിക്കുന്നത് എനിക്കറിയില്ല. ഓക്കെ, നമ്മളൊന്ന് പൈനാപ്പിൾ ഒന്ന് ചെത്തിയെടുക്കുകയാണ്. എത്രത്തോളം സംഭവമൊന്നും എനിക്കറിയില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ആകാംക്ഷയാണ് അതൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ 2 ദിവസം മുമ്പേ അത് വിളവെടുക്കേണ്ടതായിരുന്നു തോന്നുന്നു. ഇതിന് മറ്റേ പൈനാപ്പിളിനെ പോലെ മുള്ളില്ല. മുള്ളു കുറവാണ് അകത്തോട്ട്. മറ്റേ വേറൊരു മുള്ളുണ്ടല്ലോ, പിന്നെ ആ മുള്ളില്ല. ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മൾ ചെത്തി എടുത്തിട്ടുള്ള പൈനാപ്പിൾ. ഇനി ഇതൊന്ന് മുറിക്കട്ടെ. നമ്മൾ പൈനാപ്പിൾ ഒന്ന് മുറിച്ചെടുത്ത പൈനാപ്പിളാണ്. കാണാൻ തന്നെ ഒരു ഭയങ്കര ഭംഗിയായിട്ട്. അത് അകത്ത് ഇത് അതിൻ്റെ തടി പോലെ എന്താ പറയണത്, അകത്തുള്ള കാമ്പ്. ഇതാണ് പൈനാപ്പിൾ. അത് കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട് കേട്ടോ കാണാൻ. കണ്ടില്ലേ, നമുക്ക് മുറിച്ചെടുത്ത് ഇതൊന്ന് കഴിക്കണം. കഴിച്ചാലേ അതിൻ്റെ ഒരു സംഭവം എന്താണ് നമുക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. ഇതിനെ കട്ട് ചെയ്തെടുക്കൂ. നമ്മുടെ പൈനാപ്പിൾ അങ്ങനെ അവസാന ഘട്ടമെത്തി. നമ്മളത് മുറിച്ചെടുത്തിട്ട് ഏകദേശം കുറേ പൈനാപ്പിൾ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഇത്രയും ഉണ്ട്. ഞാനൊന്ന് ഇത് കഴിക്കാൻ പോകണം. ഒരു പീസ് എടുത്തു കഴിക്കില്ല. നമ്മുടെ സാധാരണ പൈനാപ്പിളിൽ നാരുണ്ടെങ്കിലും വലിയ നാരില്ല. പക്ഷെ ഇതിന് നാരുണ്ട്. രുചിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. നാര് കൂടുതലാണ് ഇതിൽ. ഇനി നമ്മൾ ഇനി ഒരു കട്ട കൊണ്ടുണ്ട്. അതിനകത്ത് വന്നിട്ടുള്ള കുഞ്ഞന്മാരുണ്ട്. ശരിക്കും ചെറിയ ചെറിയ പൈനാപ്പിളുണ്ട്. ഇതും കൂടെ ഒന്ന് ചെത്തി കാണിക്കാം. എങ്കിലേ നമ്മളിത് വിജയിക്കുള്ളൂ. എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ പൈനാപ്പിൾ കിട്ടിയത്. ഈ പൈനാപ്പിൾ ഇതാണ് ഈ കാണുന്ന പീസ്. കുറച്ചുകൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെത്തിക്കഴിഞ്ഞാൽ ശകലയുടെ വലുപ്പം. എനിക്കൊന്ന് തറയിൽ നിൽക്കുമ്പോൾ ഇതിൽ വന്നതിൽ ഏറ്റവും വലുപ്പമുള്ളത് ഇത് തന്നെയാണ്. ഇതെല്ലാം വെയിൽ കിട്ടുന്ന സൈഡിലോട്ടാണ് എനിക്ക് കൂടുതൽ. ഈ കാണുന്നതെല്ലാം നമുക്ക് തയ്യാക്കി എടുക്കാം. പക്ഷേ ഇത് കിട്ടുമോയെന്ന് സംശയമാണ്. ഇത്രയും സൈസുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മെഡൂസ പൈനാപ്പിൾ കട്ട് ചെയ്തെല്ലാം കണ്ടുമല്ലോ. അപ്പോൾ നമ്മുടെ ആകാംക്ഷയോടെ കാത്തിരുന്ന വീഡിയോ കണ്ടു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും നല്ല നല്ല വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ. നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല ബെല്ലും ഓളും കൊടുക്കുക. വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരിക്കൽ കൂടി ഇടുക. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി ഞാൻ പറയുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത വീഡിയോ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇതിൽ മുള വന്ന സമയമുള്ള വീഡിയോസുണ്ട്. അതും കൂടെ ഇതിനകത്ത് കയറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ബൈ. നമ്മൾ അവസാനം ആയി. ഇത്രയും പൈനാപ്പിൾ ചെത്തിയെടുത്തതിനുള്ളതും ബാക്കിയുള്ളത് ആ ചെത്താനുള്ളതും എല്ലാം കൂടെ ഇപ്പോൾ തിന്ന് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതാണ്ടല്ലേ. ഇത് ഇത്രയും 41 വലിയ തൈകളാണ് ഇത് കിട്ടിയത് പൈനാപ്പിൾ നടാൻ വേണ്ടി. ഇനി അതിൻ്റെ കുഞ്ഞന്മാരുണ്ട്, കുറേ കുഞ്ഞന്മാരുണ്ട്. കുഞ്ഞന്മാരുടെ സൈസ് ഇത്രയും ഉള്ളതിൽ നിന്നാണ് ഈ വരുന്ന ഇതിൽ നിന്നാണ് മുറിച്ചെടുത്തത്. ഇത് കഴിക്കാനുള്ളതാണ് കേട്ടോ. ഇത് ചെത്തിയെടുക്കുമ്പോൾ ഒരു ചെറിയൊരു വിരലിൻ്റെ വലുപ്പത്തിന് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇത്രയും കൂടെ ഉണ്ട്. ഇത് ഇന്ന് കൗണ്ട് ചെയ്തില്ല. ഇന്നലെ 10-20 എണ്ണം ഉണ്ടാവും. അത് ഒരു 60 എണ്ണം വരെ ഏകദേശം ഉണ്ട്. പിന്നെ അതിനകത്തു നിന്ന് തന്നെ അതിലും തൈകളുണ്ട് വേറെ. എല്ലാം കൂടെ തൈകളുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടുവല്ലോ.